തഴുതാമ ഒരു ഇലക്കറി ആയിട്ടും ഒരു നല്ല ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് തഴുതാമ. ഇന്നിപ്പോ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഔഷധ ചെടി കൂടിയാണ്. മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതായിട്ട് ഈ തഴുതാമ. ഇവിടെ 3 തരത്തിലുള്ള തഴുതാമ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇതായിട്ട് തഴുതാമ. അപ്പൊ തഴുതാമ ഒരു ഇലക്കറി ആയിട്ടും ഒരു നല്ല ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് തഴുതാമ. മഴക്കാലത്താണ് നമുക്ക് ധാരാളമായിട്ട് വളരണത്. അപ്പൊ മഴക്കാലത്താണ് ഇത് കാണപ്പെടണത്. നമുക്ക് വഴിയരികിലൊക്കെ കാണാൻ പറ്റും തഴുതാമ. പക്ഷെ ഇന്നിപ്പോ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഔഷധ ചെടി കൂടിയാണ്. ഇന്നിപ്പോ നമ്മ നട്ട് വളർത്തിയാൽ മാത്രമേ നമുക്ക് തഴുതാമ നമുക്ക് എപ്പോഴും കിട്ടുള്ളൂ. ഇത് കണ്ട വേനൽക്കാലത്ത് നന്നായിട്ട് തന്നെ തഴുതാമ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കണ്ട ഇതിങ്ങനെ തറയിൽ കൂടി ഇങ്ങനെ പടർന്ന് വളരണ ഒരു ഔഷധ ചെടി കൂടിയാണ്. കണ്ട ഇതിങ്ങനെ പടർന്ന് നിറച്ചിങ്ങനെ വളരും. അപ്പൊ നമുക്കിപ്പോ ഞാൻ നട്ടേക്കണേന്ന് വെച്ചാല് ഒരു സോസിന്റെ ടിന്നിലാണ്. ഒരു തൈ ആയിരുന്നു. ആ ഒരു തൈയാണ് ഈ പടർന്ന് കിടക്കണ മുഴുവനും. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഇതേപോലെയൊക്കെ ഒരു ചട്ടിയിലൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് തഴുതാമ ഉപയോഗിക്കാൻ കിട്ടും. തഴുതാമ നമ്മ കഴിക്കണമെന്ന് വെച്ചാൽ മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതായിട്ട് ഈ തഴുതാമട ഇപ്പൊ വേരും ഇലയും തണ്ടും എല്ലാനും ഔഷധയോഗ്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമുക്കൊരു ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നട്ട് വളർത്താൻ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്താം. കാരണം ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ തൂങ്ങിക്കിടക്കണത് കൊണ്ട് തന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താം. അപ്പൊ നമുക്കൊരു ഹാങ്ങിങ് ബോട്ടിലും വളർത്താം. നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ വളർത്താം. സ്ഥലം ഇല്ലാത്തവർക്ക് എന്തായാലും എല്ലാവരും വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ്. ഒരുപാട് പേർക്കായിട്ട് ഞാൻ ഈ തഴുതാമയുടെ പ്ലാന്റ് അയച്ചു കൊടുക്കണത്. കാരണം നാട്ടിൻപുറങ്ങളിലൊക്കെ പിന്നെയും ഇത് കാണപ്പെടുള്ളൂ. ടൗണിലൊന്നും നമുക്ക് തഴുതാമ ഒന്നും കണ്ടെന്ന് വരില്ല. ഇവിടെ 3 തരത്തിലുള്ള തഴുതാമ ഉണ്ട് കേട്ടാ. ഇതിപ്പോ ഒരു പിങ്ക് കളർ പൂവുള്ള തഴുതാമയാണിത്. ഇതിന്റെ ഇലകളൊക്കെ ചെറുതായിരിക്കുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഇത് വൈറ്റ് പൂവുള്ള തഴുതാമയുണ്ട്. പിന്നെ കുറച്ച് വലിയ ഇലയായിട്ട് വയലറ്റ് കളറുള്ള പൂവുള്ള തഴുതാമയുണ്ട്. ആ 3 തഴുതാമ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ നമുക്കിപ്പോ തോരൻ വെക്കാനൊക്കെ ആണെങ്കിൽ നമ്മ ഇലയും തണ്ടും കൂടിയാണ് തോരൻ വെക്കാനാണ്. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തോരൻ വെച്ച് കഴിക്കാം. ഇപ്പൊ മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നമ്മ ഇതെല്ലാരും വെള്ളം തിളപ്പിച്ച് ഈ വേരും ഇലയും തണ്ടൊക്കെ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കും. അതേപോലെ നമ്മുടെ ശരീരഭാരം കുറക്കാനൊക്കെ നല്ലാണ്ട് ഈ തഴുതാമ കഴിക്കണത്. അപ്പൊ നമ്മ ഒരു ഇലക്കറി കഴിക്കുമല്ലോ. അപ്പൊ ഇലക്കറി നമുക്ക് മഴക്കാലത്ത് ചീരവർഗ്ഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ. അപ്പൊ നമ്മ മഴക്കാലത്ത് നമുക്ക് ഇലക്കറി ആയിട്ട് കഴിക്കാൻ പറ്റിയത് തന്നെയാണ് ഈ തഴുതാമ. അതേപോലെ തന്നെ രക്തമില്ലാത്തവർക്ക് ബ്ലഡ് വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ശരീരത്തിലെ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് നീർക്കെട്ട് കുറക്കാൻ നല്ലതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ തഴുതാമ. അപ്പൊ തഴുതാമ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്ക് വലിയ പരിചരണം വേണ്ടാത്ത ഒരു ചെടി കൂടിയാണ്. കീടങ്ങളുടെ ശല്യങ്ങൾ ഒട്ടും തന്നെയില്ല ഈ തഴുതാമക്ക്. അപ്പൊ നമുക്ക് വെച്ചുപിടിപ്പിക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് അധികം വളത്തിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ചാണകപ്പൊടി, ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ വളങ്ങളോ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ്. പിന്നെ മഴക്കാലത്താണ് അധികം കൃഷി രീതിയെങ്കിലും മഴക്കാലത്ത് നമുക്ക് നനയ്ക്കുകയും കൂടെ വേണ്ട. നമുക്ക് എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പൊ ഞാൻ നമ്മുടെ വീട്ടിലുള്ള മറ്റ് തഴുതാമകളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറയില്ലേ, വെള്ളപ്പൂവുള്ളതും വലിയ ഇലട വയലറ്റ് പൂവുള്ളതൊക്കെ. ഇതാണ് വെള്ള കളർ പൂക്കളുള്ള തഴുതാമ. ഇതിന്റെ കണ്ട ഈ തണ്ടുകളൊക്കെ വൈറ്റ് ആയിരിക്കുള്ളൂ. കണ്ട തണ്ടുകൾ വൈറ്റ് ആയിരിക്കുള്ളൂ, പൂക്കൾ വൈറ്റ് ആയിരിക്കുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. ഇതേപോലെ തന്നെ നമ്മുടെ വയലറ്റ് കളറുള്ളതുണ്ട്. വയലറ്റ് കളറിന്റെ നല്ല വലിപ്പമുള്ള ഇലകൾ. ഈ വെള്ള കളറിലുള്ള പൂക്കൾ കണ്ട ഇതാണ് വെള്ളപ്പൂവ്. ഈ വെള്ള കളറിലുള്ള പൂക്കളിന്റെ നമ്മൾ നേരത്തെ കാണിച്ച പിങ്ക് കളർ ഇലകളൊക്കെ ചെറുതായിരിക്കുള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റ് ആണ് തണ്ടുകളൊക്കെ. നമുക്ക് തണ്ടും ഇലയും കൂടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ തഴുതാമ. അപ്പൊ ഇതാണ്ട വയലറ്റ് പൂവുള്ള തഴുതാമ. കണ്ടില്ല, ഇതിന്റെ ഇലകളൊക്കെ നല്ല വലിപ്പമാണ്. പൂക്കൾ കണ്ട വയലറ്റ് കളറുള്ള പൂക്കളാണ്. കണ്ട ഈ തഴുതാമയാണ് നിങ്ങൾ ധാരാളമായിട്ട് കണ്ടിട്ടുള്ളത് എല്ലാവരും. ഇതെന്ന് പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് നന്നായിട്ട് തന്നെ വളർന്ന് പിടിക്കുന്നതാണ് ഈ തഴുതാമ. അപ്പം 3 തഴുതാമയുടെയും ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. നമുക്ക് തഴുതാമ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടും തഴുതാമ കൃഷി ചെയ്യാം. പിന്നെ നമ്മളിപ്പോ വഴി സൈഡിലൊക്കെ മഴക്കാലത്തൊക്കെ മുളച്ച് വരുമല്ലോ, അത് അതിന്റെ വിത്ത് കിടന്നിട്ട് മുളച്ച് വന്നതാണ്.
അപ്പൊ വിത്ത് കിടന്നാൽ ഇപ്പൊ നമ്മ ഒരു പ്രാവശ്യം തഴുതാമയൊക്കെ നട്ട് കഴിഞ്ഞാല് അതിന്റെ വിത്ത് വീണ് പിന്നെ നമ്മുടെ പറമ്പിൽ സ്ഥിരമായിട്ട് മഴക്കാലത്ത് തഴുതാമ മുളച്ചോണ്ടിരിക്കും. നമ്മ നടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് കമ്പ് മുറിച്ച് നട്ടും കൃഷി ചെയ്യാം. അപ്പൊ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് തഴുതാമ. അതേപോലെ നമുക്ക് നല്ലൊരു ഇലക്കറി കൂടിയാണ്. അപ്പൊ എല്ലാവരും തഴുതാമ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാല് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ. തടി ഉള്ളവർക്ക് തടി കുറയാനൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും തഴുതാമയും കൂടെ കൃഷി ചെയ്യണം. സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിൽ കൃഷി ചെയ്യണവർക്ക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും അതേപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് ബോട്ടിലും വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.